ഹലോ. ഇന്ന് ക്ലാസ് കഴിഞ്ഞപ്പം ഡിമാർട്ട് വരെ പോവാന്ന് വെച്ചു. എനിക്കൊരു ഗ്ലാസ് ബോട്ടിൽ വേണമായിരുന്നു. സാധാരണ ഞാൻ ഇവിടെ വരുമ്പോൾ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിട്ട് നടക്കുന്ന ഞാൻ ഇന്ന് ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു. കാരണം നേരത്തെ നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെ ആയിരുന്നു വരുന്നത്, ഇന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു പോയത്. അതുകൊണ്ടാണ് ആ ഒരു ഇൻട്രോവേർട്ട് ആയി. നേരെ ചെന്നത് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഏരിയയിലേക്കാണ് കേട്ടോ. ഇവിടുന്ന് ഞാൻ പക്ഷെ അധികം സാധനങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. ഞാനൊരു ജാർ ഗ്ലാസ് കണ്ടു കേട്ടോ. എനിക്കത് നല്ല രീതിയിൽ ഇഷ്ടമായി. പക്ഷെ ഞാൻ നേരത്തെ ഒരു ഗ്ലാസ് ഓർഡർ ആക്കിയത് കൊണ്ട് ഇത് ഞാൻ അവിടെ തന്നെ വെച്ചിട്ട് പോകും. ഞാൻ മാളിൽ വരുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്, ഞാൻ ഈ സാധനങ്ങൾ ഇട്ട് വെക്കുന്ന ട്രോളി അവിടെ എവിടെയെങ്കിലും വെക്കും. എന്നിട്ട് ഞാൻ വേറെ സാധനങ്ങൾ എടുക്കാൻ പോകും. ആ സാധനം എടുത്തിട്ട് വന്നിട്ട് ഈ ട്രോളിയിൽ ഇടാൻ നോക്കി കഴിയുമ്പോൾ ട്രോളി ഞാൻ എവിടെയാ വെച്ചെന്ന് മറന്നു. പിന്നെ ഞാൻ ഇങ്ങനെ കിടന്ന് തപ്പി ഫൈനലി ട്രോളി കണ്ടെത്തി. 2-3 പ്രാവശ്യം ഇങ്ങനെയാണ് സംഭവിച്ചത്. ഇപ്പോഴല്ല, എപ്പോഴും ഇങ്ങനെ തന്നെയാ. ബില്ലൊക്കെ അടിച്ച് നമ്മൾ അങ്ങനെ റൂമിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഫ്രഷ് ആയി വന്നിട്ടുണ്ട്. ഇനി ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ കാണിക്കാണ്. ഈ ഒരു ബോട്ടിൽ വാങ്ങാനാണ് ശരിക്കും ഞാൻ ഡിമാർട്ടിൽ പോയത്. എന്റെ കുറച്ചും കൂടി വലുതായിരുന്നു വാങ്ങാൻ വിചാരിച്ചത്. പക്ഷെ ഇതാണ് കിട്ടിയത്. 29 രൂപയുള്ളായിട്ട്. ആദ്യമേ ഞാൻ സ്നാക്സ് അധികം ഒന്നും എടുത്തില്ലായിരുന്നു. ആകെ 3 ബ്രൗണി മാത്രമാണ് എടുത്തത്. അതിനിടയ്ക്ക് എന്റെ അമ്മ വിളിച്ചത് കൊണ്ടാണ് ഞാൻ ആ 3 ബ്രൗണിയിൽ ഒരു ബ്രൗണി ആക്കി മറ്റ് സ്നാക്സുകളൊക്കെ എടുത്തത് കേട്ടോ. ഈ ഒരു പ്ലേറ്റ് നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഒക്കെ കഴിക്കാൻ നല്ലതാണ്. ഇടയ്ക്ക് ഞാൻ ഈ ഒരു കണ്ണാടി കാണിക്കുന്ന അവിടുന്ന് വാങ്ങിച്ചല്ല കേട്ടോ. എൻ്റെ കയ്യിൽ നേരത്തെ ഇരുന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കണ്ണാടിയാണ് കേട്ടോ ഇത്. ഉച്ചയ്ക്കൊന്നും കഴിക്കാഞ്ഞോണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പൊ ആദ്യം തന്നെ മാഗി ഉണ്ടാക്കി കഴിക്കാമെന്ന് വെച്ചു. ഇങ്ങനെ ഇത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ മനസ്സിൽ നാരങ്ങ ഉണ്ടല്ലോ, എന്നാൽ പിന്നെ ഒരു ലെമൺ ജ്യൂസും കൂടി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. നമ്മൾ വാങ്ങിയ ഗ്ലാസ് ബോട്ടിൽ തന്നെ എടുക്കാന്ന് വെച്ചു. ഞാൻ തണുത്ത വെള്ളം നോർമൽ കുപ്പിയിൽ തന്നെ ആക്കി ഫ്രിഡ്ജിൽ വെച്ച് നല്ല രീതിയിൽ തണുപ്പിക്കും. അതിനുശേഷം ഞാനിത് ഫ്ലാസ്കിൽ ഒഴിച്ചു വെക്കും. അതാകുമ്പോൾ കുറേ നേരം നല്ല തണുപ്പോടെ തന്നെ ഇരിക്കാൻ പറ്റും.
സാധാരണ ഞാൻ ആമസോണിൽ നിന്ന് അങ്ങനെ സാധനങ്ങൾ വാങ്ങാറില്ല, എല്ലാം ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങാറുള്ളത്. പക്ഷെ ഈ സാധനം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചത് തീരെ കൊള്ളില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് റിട്ടേൺ അടിച്ചിട്ട് ആമസോണിൽ നിന്ന് വാങ്ങിയൊന്ന് ട്രൈ ചെയ്യാന്ന് വെച്ചു. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ.